പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ആ ഡോക്ടർ നിന്നെയൊന്നും വെറുതെ വിടരുത് എന്നുള്ള, തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ തെറ്റാണ് ഇങ്ങനെ തെറ്റിന് കൂട്ടു നിൽക്കുന്നത്. അതാണ് ഇപ്പം നീ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നിനക്കറിയാലോ. പക്ഷേ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ പല തവണ എനിക്കും കള്ളം പറയേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയോട് പോലും നിനക്ക് വേണ്ടി ഇങ്ങനെ പറയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ മുത്തശ്ശൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ, അവസ്ഥ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം കൂടി നീ മനസ്സിലാക്കിക്കോ, ഇനി നിനക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ മുത്തശ്ശനെ ഇങ്ങനെ നോക്കാനല്ലേ ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ ഞാൻ വീട്ടു ജോലി എല്ലാം തന്നെ, അടുക്കള ജോലി എല്ലാം തന്നെ നന്നായിട്ട് ചെയ്തോളാം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ മുറിയിലേക്ക് വന്നോളാം, എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു അടുക്കളക്കാരിയുടെ സ്ഥാനെങ്കിലും എനിക്ക് തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിനുശേഷം ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് ഇങ്ങനെ നിന്നെ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൈവെള്ളയിൽ വെച്ചാണ് കൊണ്ട് നടക്കുന്നത്, ആ മുത്തശ്ശനെയും പോലും നീ തകർത്ത് കളഞ്ഞില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അന്നൊരു ദിവസം അമ്പലത്തിൽ രാത്രി പോയിരുന്നപ്പോൾ അവരിങ്ങനെ പ്രാണം പോകുന്ന വേദനയോടെയാണ് അങ്ങോട്ട് ഓടി വന്നത്. എന്നിട്ട് നീ അങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. നീ ഇങ്ങനെ മൊത്തം തകർത്ത് കളഞ്ഞു അനന്തപുരി തറവാടിനെ എന്ന് പറയാണ്. അപ്പോൾ അതെനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി എന്തായാലും നിനക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നതാണ് നീ, അങ്ങനെ എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ട് കയറി വന്നതാണ്. ഇനി എനിക്കതിൽ വിഷമമൊന്നുമില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ്റെയും കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് മുത്തശ്ശിനെയും ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം എന്നൊക്കെ പറയാണ്. എല്ലാ കാര്യത്തിനും അച്ഛൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ, ഇപ്പോഴും അച്ഛന് നിന്നോട് മനസ്സിൽ വെറുപ്പായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം നയന് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അമ്മയുടെ കൂടെ പോകാൻ നിന്നത്. പക്ഷേ മുത്തശ്ശൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, അതാണ് നിൻ്റെ ബലം എന്നിങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ നയനേനെ ഇങ്ങനെ അത്രയ്ക്ക് ആണല്ലോ മുത്തശ്ശി സപ്പോർട്ട് ചെയ്യുന്നത്, അത് തന്നെയാണ് നിൻ്റെ ബലം, ഇങ്ങനെ തെറ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ മനസ്സിൽ നിനക്ക് എന്തായാലും ഇനിയൊരു സ്ഥാനം കിട്ടാൻ പോകുന്നില്ല എന്ന് പറയും. നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, പരസ്പരം നമ്മൾ അടുക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മളെ അകറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അത് കാരണങ്ങൾ ഉണ്ടാവില്ലല്ലോ, നീ തന്നെ ഉണ്ടാക്കുന്നതല്ലേ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകും. മുത്തശ്ശിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം സഹിക്കുന്നത്, ഞാൻ എൻ്റെ മുത്തശ്ശിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആദർശ് തുറന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയനയ്ക്ക് അതെല്ലാം അറിയാമല്ലോ. അപ്പോൾ നയന പറയും എല്ലാം അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അബിയാണെങ്കിലും ജലജയോട് പറയുന്നുണ്ടായിരുന്നു, അമ്മ കുറച്ചുകൂടി ബോൾഡ് ആവണേന്നു, എന്നാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനേന്ന് പറയും. അപ്പോൾ ജലജയാണെങ്കിലും അബീനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, നീ എന്താ എന്നെ കുറ്റപ്പെടുത്തുന്നത്, നീ ഇങ്ങനെ അവൾ പാഡ് വയറ്റിൽ കെട്ടി വെച്ച് നടന്നിട്ട് അറിയാത്തൊരു ഭർത്താവല്ലേ, അവൾ എന്താ കഴിക്കുന്നത് കുടിക്കുന്നതെന്ന് പോലും നിനക്കറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുത്തി പോകാൻ നിന്നപ്പോഴാണെങ്കിലും അച്ഛൻ്റെ ഒടുക്കത്തെ അഭിനയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, മുത്തശ്ശന് ക്യാൻസർ അല്ലേ അമ്മേന്ന്, അത് ഇപ്പോൾ കള്ളാണെന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന് ജലജയും പറയാണ് കേട്ടോ. അപ്പോൾ അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അച്ഛൻ കള്ളം പറയുന്നതാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ അബിയും പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി എങ്ങനെ അവരെ പുറത്തെടുത്ത് കളയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ഒരുത്തിക്കാണെങ്കിൽ നാണും മാനും ഇല്ല, ഒരുത്തിയാണെങ്കിൽ ഇവിടുന്ന് പോകാനും തയ്യാറല്ല, ഒരുത്തിയാണെങ്കിൽ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട് സങ്കടം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതും ഇല്ലാത്തത് ആ നവ്യയ്ക്കാണെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് അഭിനോടും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ഇനി നീ അവൾക്ക് ഇവിടെ ഒരു പരിഗണനയും കൊടുക്കരുത്, സ്നേഹമൊന്നും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, എന്നിട്ടും അവൾക്കൊരു കൂസലും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴാണ് കേട്ടോ നവ്യയുടെ കാര്യം പറയുന്നത്. അവളൊരു ഭൂലോക ഫ്രോഡാണെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, അത് എൻ്റെ മുന്നിൽ നിന്നല്ല നീ പറയേണ്ടത്, നീ അവളുടെ മുന്നിൽ പോയി പറയുന്ന പറയാണ്. അപ്പം നിന്നെ പോലെ ഒരുത്തൻ എൻ്റെ വയറ്റിൽ ജനിച്ചതാണ് എൻ്റെ തകർച്ചയ്ക്കെല്ലാം കാരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അപ്പി പറയുന്നുണ്ട്, സംഭവിച്ചു പോയില്ലേ എന്നൊക്കെ പറയാണ്. ഞാൻ അവളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അതിന് മുന്നേ ജലജ പറയുന്നുണ്ടായിരുന്നു, അവളുമാരോട് സിമ്പതി കാണിക്കുന്ന അച്ഛനോട് എനിക്കൊരു സ്നേഹമില്ല, ഇനിയിപ്പോൾ കിളവൻ ചാവുന്നതിന് മുന്നേ തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കാനുള്ള പരിപാടിയായിരിക്കും, സ്വത്തൊക്കെ എല്ലാവർക്കും ഉള്ളത് എഴുതി വെച്ചിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ജലജ പറയുന്നുണ്ട്. പിന്നീട് അഭി ദേഷ്യപ്പെട്ടുകൊണ്ട് നവ്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്രോഡ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അഭി ഞാൻ ഫ്രോഡാണെങ്കിൽ
നീ അതിനെക്കാട്ടിലും വലിയ ഫ്രോഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ദേഷ്യത്തിൽ നവ്യേനെ അടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ കയ്യിൽ കയറി പിടിക്കുകയാണ്. നിനക്ക് എന്നെ തല്ലാനുള്ള ഒരു അവകാശമില്ല. എൻ്റെ അനിയത്തി എന്നെ അടിച്ചു, പക്ഷേ അതിനുള്ള അവകാശം അവൾക്കുണ്ട്. നിൻ്റെ അമ്മയ്ക്കോ നിനക്കോ എന്നെ തല്ലാനുള്ള ഒരു അവകാശമില്ല എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അബിയാണെങ്കിലും ഇങ്ങനെ വയറ്റിൽ പാഡും കെട്ടി വെച്ച് നടന്നതിനെ കുറിച്ചും കുടുംബം തകർത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുടുംബം തകർത്തൊന്നും നീ പറയണ്ട, അപ്പം നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നീ ഇങ്ങനെ എന്നെ താലി കെട്ടിയിട്ട് വേറെ ഒരുത്തിനെ കല്യാണം കഴിക്കാൻ പോയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ആ സമയത്ത് അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഒരുത്തി ഇവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും നാടകമൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അവരായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്ന് പറയും. നവ്യ പറയുന്നുണ്ടായിരുന്നു, വെറുതെ എൻ്റെ അമ്മേനെ പറയരുത്, അമ്മ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറയും. ഇവിടെ എല്ലാവരും നിരപരാധികളാണ്, ഞാനും എൻ്റെ അമ്മയാണല്ലോ തെറ്റ് ചെയ്തതെന്നിങ്ങനെ അബി പറയുകയും ചെയ്യാണ്. ഇപ്പം എല്ലാം ചെയ്ത് വെച്ച് ഈ കുടുംബം മൊത്തം തകർത്തിട്ട് അവൾ ഇങ്ങനെ കുറ്റം പറയുന്നത് കണ്ടില്ലേ എന്ന് പറയും. നിൻ്റെ കുടുംബത്തിനെ ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ഈ വീട്ടിലുള്ള രണ്ടാൾക്കാരും മാത്രമാണ് ചപ്പുചവറുകൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാൾ നീയാണെന്ന് പറയും, ഒരാൾ പിന്നെ ആരാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീ എൻ്റെ അമ്മേനെ പറയൂടി എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട, ചോദ്യം ചെയ്താൽ നിന്നെ ഞാൻ കോടതി കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത് നവ്യയാണെങ്കിലും. പിന്നീട് നയനയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർക്കുന്നത്. ആദർശിൻ്റെ മനസ്സിൽ ഇനിയൊരു സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും ജാനകി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് മോള് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മുത്തശ്ശിയൊന്നും ആഹാരം കഴിച്ചിട്ടില്ല, മോള് ചെന്നിട്ട് അവർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇങ്ങനെ ഇളയമ്മയ്ക്ക് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. മോള് ഈ കുടുംബം മോളുടെ കുടുംബം നന്നായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറച്ചു വെച്ചത്. നവ്യയുടെ കാര്യമൊക്കെ എനിക്കറിയാം, അവളിങ്ങനെ ഭയങ്കര സ്വാർത്ഥതയുള്ള കുട്ടിയാണ്. മോൾ അങ്ങനെയല്ല, മോളെ നവ്യനെയൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും ആദർശിൻ്റെ മനസ്സിൽ ഇനി മോളോടുള്ള ദേഷ്യം പെട്ടെന്നൊന്നും മാറില്ല. നിങ്ങൾ തമ്മിൽ അടുക്കുമ്പോഴും ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ജാതകം നോക്കാതെയല്ലേ വിവാഹം നടത്തിയത്, അതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ഇളയമ്മയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ആദർശിന് പറ്റിയ ആൾ തന്നെയാണ് മോള്, തിരിച്ചും അങ്ങനെ തന്നെയാണ്, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇളയമ്മേനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പലതവണ ആദർശേട്ടനോട് സത്യം പറയാൻ പോയതാണ്, പക്ഷേ ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ എനിക്കത് ആരോടും തുറന്നു പറയാനൊന്നും പറ്റാതെയായിപ്പോയി എന്നൊക്കെ പറയാണ്. എൻ്റെ മനസ്സിലെ ഭാരമൊക്കെ കുറയ്ക്കാൻ ഞാൻ നോക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് നയന ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനെങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ താഴേക്ക് പോകണ്ട, മുത്തശ്ശനുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, മുത്തശ്ശിക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കും. മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട, കുറച്ച് മതി. അപ്പോൾ പണ്ട് കാലത്തൊരു ശീലം ഉണ്ടായിരുന്നു, ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഭാര്യ കഴിക്കുന്നത്, പക്ഷെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെല്ലാം പങ്കുവെച്ചാണ് കഴിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശിക്ക് ഇങ്ങനെ കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി അയ്യേ എന്താ ഇതെന്ന് പറയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കുറവാണ്, ഞാൻ നമ്മുടെ കാര്യമല്ല പറയുന്നത്, ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിനക്ക് കോരി തരുന്നതുകൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനത്തെ ഇതൊക്കെ മറക്കുകയാണ്, അപ്പോൾ നമ്മൾ വഴികാട്ടിയാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നത്. പിന്നീട് നയനിനോട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ട, ആദർശിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, മുത്തശ്ശൻ കഴിച്ചിട്ട് ഞാൻ ആദർശേട്ടനെ വിളിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശിന് ഇങ്ങനെ മോളോടുള്ള ദേഷ്യം പെട്ടെന്നൊന്നും മാറാനൊന്നും പോകുന്നില്ല എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോൾ നയന പറയും, അതിലിങ്ങനെ ആദർശേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അത്രയും വലിയൊരു തെറ്റാണല്ലോ ചെയ്തതെന്ന് പറയും. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മോള് തെറ്റ് ചെയ്തെങ്കിൽ ആദർശം മോളോട് തെറ്റും ചെയ്ത് കള്ളമൊക്കെ പറഞ്ഞിട്ടില്ലേ, അന്ന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു പേപ്പറിൽ എഴുതിയിടാൻ പറഞ്ഞപ്പോൾ ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു, അത് ഇങ്ങനെ മറ്റാരും എടുത്ത് വായിക്കരുത് എന്നുള്ളത്. പക്ഷേ മോളത് എടുത്ത് വായിച്ചു, അതുകൊണ്ട് എന്താ സത്യം മനസ്സിലാക്കാൻ പറ്റില്ലേ, അവൻ എന്നോടും കള്ളം പറഞ്ഞു, എൻ്റെ മുന്നിൽ അവൻ അഭിനയിക്കുകയായിരുന്നില്ലേ, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മോളോട് സ്നേഹം അഭിനയിക്കുന്ന ഒരു ഭർത്താവല്ലേ കൂടെ ഉണ്ടായിരുന്നത്, അപ്പോൾ മോളോടും അവൻ കള്ളം പറഞ്ഞത് തന്നെ അല്ലേ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ ആദർശം അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയും. അതുപോലെ തന്നെ മോള് ചെയ്ത തെറ്റ് അവൾ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ നീയും മോളോട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ അതെന്താന്ന് അറിഞ്ഞുകൊണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പറയാതെ തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ.
പിന്നീട് ആദർശാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ മുത്തശ്ശനൊരു വാക്ക് തന്നിട്ടില്ലേ, അതെന്തായാലും ഞാൻ പാലിച്ചിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ അതിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, ആ വാക്ക് പാലിക്കണം, എൻ്റെ മുന്നിൽ ഇനി അഭിനയിക്കരുത് എന്നൊക്കെ പറയണം. അപ്പോൾ ആദർശ് മുത്തശ്ശന് ഇപ്പോൾ ആഹാരം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെ നയനിനോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മോളോട് ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു, ഇങ്ങനെ മോള് കാത്തിരിക്കണം, ആദർശ് ഇങ്ങനെ മോളെ സ്നേഹിക്കുന്ന ദിവസമൊക്കെ വരും, അപ്പോൾ എന്തായാലും ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞ് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണ് കൂടുതൽ. പക്ഷേ ആ നിമിഷം ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും പിരിയുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെ കൂടെ നിൽക്കാൻ. പക്ഷേ അതൊക്കെ കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പിന്നീട് അവർക്കും ഇങ്ങനെ ഒരു ബാധ്യതയായി വരും നമ്മൾ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇന്നത്തെ ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്ന സമയത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ വീണ്ടും പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇടഞ്ഞു നിൽക്കുന്ന ഭർത്താവിനെ തളയ്ക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അമർഷം പെട്ടെന്നൊന്നും മാറുന്നൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇങ്ങനെ ആദർശ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ നയന ഓർക്കുന്നത്. ഇനി ആദർശിൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നയന ജീവിതത്തിലേക്ക് വന്നത് ആദർശിനെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ കാര്യങ്ങളും, അപ്പോൾ അത് അവളെ പരിചയപ്പെട്ട നാൾ മുതൽ തന്നെ അങ്ങനെയായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് മുതൽ ഞാൻ നിനക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനം തന്നിട്ടുണ്ട്, ഇനി അത് അങ്ങനെ ആയിരിക്കും എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് മുത്തശ്ശനാണെങ്കിലും ആദർശന് നയനയോട് ഇപ്പോൾ ഉണ്ടായ ദേഷ്യമൊന്നുമല്ലല്ലോ, ഇതിനു മുന്നേ അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ അത് ഇങ്ങനെ കൂടാൻ ഇതൊരു കാരണമായി, അതിൻ്റെ തീവ്രത കൂടാൻ ഇതൊരു കാരണമായി എന്നൊക്കെ മുത്തശ്ശനും ഇങ്ങനെ നയനയും കൂടി സംസാരിച്ച സമയത്തൊക്കെ മുത്തശ്ശൻ നയനയോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അത് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്